ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതിനുള്ള മെറ്റീരിയൽസാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഒലിവ് ഗ്രീൻ, ഫ്ലവറിൻ്റെ സ്റ്റെം ഉണ്ടാക്കുന്നതിനാണ് ഒലിവ് ഗ്രീൻ. ഇത് ഐവറി കളർ, മുല്ലപ്പൂ ഉണ്ടാക്കുന്നത് ഈ ഫോം വെച്ചാണ്. 0.8 mm തന്നെ വാങ്ങണം. ഇതേപോലത്തത് വാങ്ങിക്കണം. ഇതാണ് പഞ്ചിങ് മെഷീൻ. ഉണ്ടല്ലേ, 5 പെറ്റലുണ്ട്. B7000-ൻ്റെ ഗ്ലൂ. ഇത് കോട്ടൺ ത്രെഡല്ല, ഇത് പോളിസ്റ്റർ ത്രെഡാണെന്ന് തോന്നുന്നു. ഇതാകുമ്പോൾ എളുപ്പം പൊട്ടിയും പോകില്ല, ഇതൊക്കെ കഴുകിയെടുക്കാനും പറ്റും. പിന്നെ വേണ്ടത് ഗ്ലൂ ഗൺ. ഇതാണ് ഗ്ലൂ ഗൺ. ഇത് പ്ലഗിൽ കുത്തണം. ഇത് ചൂടാകുമ്പോൾ ഇതുവഴി വരും. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. ചൂടായതുകൊണ്ട് കൈ കൊള്ളാതെ ഒട്ടിക്കണം. അയൺ ബോക്സും കൂടെ വേണം. ഇത് 1.5 ഇഞ്ചാണ്. പിന്നെ വലിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഈ കൂടെ വേണം പേപ്പർ വയ്ക്കാൻ. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇനി അങ്ങ് പ്രസ് ചെയ്യണം. അപ്പോൾ പേപ്പർ അതിനകത്തിരിക്കുക. ഇതല്ലേ, ഇളകി വരും. എടുത്ത് വെട്ടുമ്പോൾ ഇവിടെ സൈഡിൽ ഹോൾ വീഴാതെ ഇങ്ങനെ വെച്ച് വെട്ടണം. ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പേപ്പർ മാറിപ്പോകും. ഇത് 4 സൈഡ് ഇതുപോലെ വെട്ടിയതിന് ശേഷം ഈ ഭാഗം കത്രിക കൊണ്ട് വെട്ടിക്കളയണം. എന്നിട്ടാണ് അടുത്ത്. ഇനി അയൺ ബോക്സ് ചൂടാക്കി അതിൽ വയ്ക്കുമ്പോഴാണ് മുല്ലപ്പൂവിൻ്റെ ഷേപ്പിൽ വരുന്നത്. ഇത് ഞാനിപ്പോൾ ചൂടാക്കിയതാണ്. അതിൽ ഇതേപോലെ ഇടുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് വരും. ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൂവിൻ്റെ ഷേപ്പിൽ വരും. അപ്പോൾ അതിൽ നിന്നും മാറ്റി കൊടുക്കണം. ചൂടാകുമ്പോൾ അത് തനിച്ച് താഴെ വീഴും. അയൺ ബോക്സ് കുറച്ച് ചരിച്ച് വയ്ക്കണം. അപ്പോൾ അത് താനേ താഴെ വീഴും. ഇല്ലെങ്കിൽ നമ്മൾ പെൻസിൽ കൊണ്ട് തട്ടി താഴെ ഇടണം. കൂടുതൽ സമയം വെച്ചിരുന്നാൽ അത് ഒരുപാട് ചുരുങ്ങിപ്പോവും, ചെറുതായിപ്പോവും. അതുകൊണ്ട് അതുപോലെ പൂവിൻ്റെ ഷേപ്പിൽ വരുമ്പോൾ തന്നെ തട്ടി താഴെ ഇടണം. ഇനി ഇതേപോലെ എല്ലാം ആക്കിയെടുക്കാം. ഇതേപോലെ 2-3 എണ്ണം ഒന്നിച്ചിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം. ഇത് ഒരെണ്ണം 5 പെറ്റലാണ്. 5 പെറ്റൽ വെച്ചും കെട്ടാം, 10 പെറ്റൽ വെച്ചും കെട്ടാം. 10 പെറ്റലിനാണെങ്കിൽ 2 എണ്ണം ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഗ്ലൂ വെച്ചൊട്ടിക്കാം. പെറ്റലൊട്ടിക്കാൻ ഗ്ലൂ ഗണ്ണിനേക്കാളും B7000-ൻ്റെ ഗ്ലൂ ആണ് നല്ലത്. ഇതുപോലെ ഒന്നിൽ ഗ്ലൂ വച്ചതിന് ശേഷം അതിൽ ഒരു ഫ്ലവറും കൂടി വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോൾ ആദ്യത്തെ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഇടയ്ക്കാണ് രണ്ടാമത്തെ പെറ്റൽ വരാനുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ ഒട്ടിക്കണം. ഒലിവ് ഗ്രീൻ സ്റ്റെം ഉണ്ടാക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പകുതി ഞാനെടുത്ത് ഇതേപോലെ സ്റ്റെമ്മിനുണ്ടാക്കി. ഇനി സ്റ്റെം ഉണ്ടാക്കുന്നതിന് ഇതിൽ നിന്നും വെട്ടിയെടുക്കാം. ഇതുവരെ 1 സെൻറ്റിമീറ്റർ എടുക്കണം. ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ രണ്ടറ്റത്തും അടയാളപ്പെടുത്തിയതിന് ശേഷം വെട്ടിയെടുക്കാം. കൂടുതലെടുത്താൽ വണ്ണം കൂടിപ്പോവും. ഞാൻ ഇതെടുത്താണ് വരച്ചത്. നിങ്ങൾക്ക് ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതിട്ട് വരയ്ക്കണം. പേനയോ പെൻസിലോ ഇട്ട് വരയ്ക്കാൻ പാടില്ല. ഇനി ഇതുപോലെ സ്കെയിൽ 2 അറ്റത്തും ഒരേപോലെ വച്ചതിന് ശേഷം വരച്ചെടുക്കാം. ഇനി ഇതേപോലെ എല്ലാം വരച്ചെടുക്കാം. 1 സെൻറ്റിമീറ്ററിൽ എല്ലാം വരച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ വെട്ടിയെടുക്കാം.
സ്റ്റെം ഒട്ടിക്കുന്നതിന് B7000 എടുക്കാം. അതുപോലെ ഗം തേച്ചതിന് ശേഷം ഇതിൽ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഇങ്ങേറ്റം വരെ ഗം തേച്ചിട്ട് ഒട്ടിക്കാം. കുറച്ചായിട്ട് തേച്ചൊട്ടിക്കുന്നു. ഒട്ടുന്നവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ഒട്ടുള്ളൂ. ഇതിലിപ്പോൾ നല്ല ഒട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇതുവരെ 1 സെൻറ്റിമീറ്റർ വെച്ച് എല്ലാം വെട്ടിയെടുക്കാം. കൂടുതലായാൽ സ്റ്റെമ്മിന് നീളം കൂടിപ്പോവും. ഇത്ര നീളത്തിന് വെട്ടിയെടുക്കാം. ഉണ്ടില്ലേ, ഇത്ര നീളം മതി. ഇതുപോലെ എല്ലാം ചേർത്ത് വെച്ച് വെട്ടിയെടുക്കാം. ഇതില്ല, ഞാൻ ഇത്രയും ഉണ്ടാക്കി, നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയോ. ഇനി സ്റ്റെം ഒട്ടിക്കാം. സ്റ്റെം ഒട്ടിക്കാൻ ഗ്ലൂ ഗണ്ണാണ് നല്ലത്. ഗ്ലൂ വെച്ചതിന് ശേഷം സ്റ്റെം എടുത്ത് ഇതേപോലെ വെച്ചാൽ മതി, പെട്ടെന്ന് ഒട്ടും. ആദ്യം ഒരു ഫ്ലവർ എടുത്ത് അതിൽ ഇതേപോലെ സ്റ്റെം ഒട്ടിച്ചതിന് ശേഷം അകത്ത് ഗ്ലൂ വെച്ചിട്ട് ഒരു പെറ്റൽ ഒട്ടിച്ചാൽ അതാണ് എളുപ്പം. ഇനി ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി കിട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് പോളിസ്റ്റർ ത്രെഡാണ്, അതുകൊണ്ട് ഇതെളുപ്പം പൊട്ടിപ്പോയി എന്നുമില്ല. ഇതേപോലെ കുറച്ച് നൂല് നീട്ടി ഇട്ടതിന് ശേഷമാണ് കെട്ടാനുള്ളത്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കെട്ടി തുടങ്ങണം. 2 പൂവിൻ്റെ സ്റ്റെം ചേർത്ത് വെച്ചിട്ട് ആദ്യത്തേതായതുകൊണ്ട് 2 ചുറ്റിടാം. അതിന് ശേഷം കെട്ടണതെല്ലാം ഒരു ചുറ്റ് കൊടുത്താൽ മതി. ഇതുപോലെ 2 കുഴ ഇട്ട് കൊടുക്കാം. അപ്പോൾ തൊഴിഞ്ഞു പോവാതെ ഇരിക്കാം. ഇനി ഇതേപോലെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇറുക്കണം. ഇനി ഇതേപോലെ എല്ലാം അടുക്കി കെട്ടാം. ഗ്ലൂ ഗണ്ണിൻ്റെ പശ ഇതേപോലെ നൂല് പോലെ ഇരിക്കും, അതിനെ എടുത്ത് കളയണം. അടുത്ത് ഇതേപോലെ വച്ചതിന് ശേഷം കുറച്ചും കൂടി ആദ്യത്തിൻ്റെ അടുത്തോട്ടാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇതേപോലെ കെട്ടാൻ, അല്ലെങ്കിൽ ഒരുപാട് ഇടയായി പോകും. ഇത് കെട്ടാൻ കുറച്ച് പാടുണ്ട്. മുല്ലമൊട്ടാണെങ്കിൽ എളുപ്പത്തിൽ കെട്ടാം. മുല്ലപ്പൂ വിരിഞ്ഞു പോയാൽ കെട്ടാൻ പാടില്ല. അതേപോലെയാണ് ഇത് കെട്ടുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ 2ഉം അടുത്തടുത്തായി. ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് കെട്ടണം. ഇനി ഇതേപോലെ എല്ലാം കെട്ടിയിട്ട് കാണിക്കാം. ഇപ്പോൾ എല്ലാം കെട്ടി തീർന്നു.
കണ്ടില്ലേ? ഒരു മുഴം 16 ഇഞ്ചാണ്. ഞാൻ 18 ഇഞ്ച് കെട്ടി. അപ്പോൾ കുറച്ച് പൂവും കൂടി വേണ്ടി വരും.